ഇത്ര അടുത്ത് നിന്ന് ഈ വെള്ളം കാണാൻ പറ്റുന്നു. അപ്പുറത്ത് കയാക്കിങ്ങിന്റെ. ദുബായിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി പ്രകൃതിയുടെ ശാന്തതയിലേക്ക് ഒരു യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും മികച്ച ഒരു ഇടം ഇതാണ്. നേരത്തെ നമ്മുടെ പാർട്ട് 1ഉം പാർട്ട് 2ഉം കഴിഞ്ഞതിന് ശേഷമുള്ള പാർട്ട് 3 ആണ് ഇന്നത്തെ വീഡിയോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ ഷട്ടിൽ ബസ്സിൽ കയറി ഹത്ത ഡാമിൻ്റെ മുകൾ ഭാഗത്തേക്ക് നടന്നു പോകാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇവിടുന്ന് നടന്നു യാത്ര ചെയ്യാൻ കേട്ടാ. ഇതാ കണ്ടോ, ഈ കാണുന്ന ആൾക്കാരൊക്കെ ഡാമിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഷട്ടിൽ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളും ഏകദേശം അതിൻ്റെ പുറകുവശങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയ എക്സിറ്റ് ബോർഡ് ആദ്യം തന്നെ കാണാം. ഇതിലൂടെ ഇറങ്ങിയാൽ തന്നെ കാഴ്ച കാണുന്നത് കണ്ടോ, കരിമ്പാറക്കൂട്ടങ്ങൾക്കിനടുവിലെ ഈ ആകാശത്തിൻ്റെ നീലിമ കാണാം കേട്ടാ. ഇത് കണ്ടോ, ശാന്തമായി കിടക്കുന്ന തടാകം. ഈ കാണുന്ന കാഴ്ച മാത്രമല്ല, സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും കുടുംബമായി സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ ഒട്ടനവധി കാര്യങ്ങൾ ഈ കാണുന്ന ചുറ്റിലുമുണ്ട്. അടിപൊളിയാണ്. നമ്മൾ ആ മോളിൽ നിന്ന് അടിയുന്ന ഒരു കൊണ്ടുവന്ന സർവീസ് ഇത്ര അടുത്ത് നിന്ന് ഈ വെള്ളം കാണാൻ പറ്റുന്നു. ഹത്ത ഡാമിലെ ഏറ്റവും പ്രധാന ആകർഷണം എന്തെന്നറിയാമോ? ഇവിടുത്തെ ഈ കാണുന്ന കയാക്കിംഗ്, സിംഗിൾ കയാക്കിങ്ങും ഫാമിലി ബോട്ടുകളും ഇവിടെ ലഭ്യമാണ് എന്നുള്ളതാണ്. ഇത് പണ്ടുകാലത്ത് ഹത്തയിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ജീവിത രീതിയും കൃഷി രീതിയും ഒക്കെയാണ് ഈ ചിത്രത്തിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതും. അതായത് നഗരത്തിൻ്റെ ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി പ്രകൃതിയോട് ചേർന്ന് ഒരു ദിവസം ആസ്വദിക്കാൻ പറ്റിയ ഒരു ഇടം എന്ന് തന്നെ ഇതിനെ പറയാം. ഏകദേശം ദുബായിലുള്ള ആൾക്കാർ വന്ന ഒരു സ്ഥലം തന്നെ ആയിരിക്കാം. പക്ഷേ ഇവിടെ വന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയൊരു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.